ഹലോ, നമസ്കാരം. ഡിപ്രഷൻ അനുഭവിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ ഞാനൊരു ചെറിയൊരു വഴി പറഞ്ഞുതരാം. യൂസ്ഫുള്ളാണ്. നമുക്ക് പലർക്കും ഇത് ട്രൈ ചെയ്ത് റിസൾട്ട് ഉള്ളതാണ്. വളരെയധികം നമ്മൾ ഡിപ്രസ്ഡ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, നമ്മൾ രാവിലെ എണീറ്റ് ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ ന്യൂസ് പേപ്പേഴ്സ് ഒന്നും വായിക്കാനായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം നെഗറ്റീവ് ആയിരിക്കും. നമ്മൾ അതിലേക്ക് തന്നെ പുഴറ്റിക്കൊണ്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ന്യൂസ് പേപ്പറൊക്കെ പറ്റുവാണെന്ന് ഒഴിവാക്കുക. സാഡായിട്ടുള്ള പാട്ടുകൾ ഒഴിവാക്കുക. നല്ല നല്ല പാട്ടുകൾ കേൾക്കുക. പറ്റുമെങ്കിൽ വീഡിയോ സോങ്സ് കേൾക്കുക. നല്ല രസമുള്ള പാട്ടുകൾ കേൾക്കാനോ തമാശയുള്ള ചിത്രങ്ങൾ കാണാനോ തമാശയുള്ള ഈ ബോബനും മോളിയും പോലുള്ള ബുക്കുകളൊക്കെ വായിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരു മെഡിസിനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. കുട്ടികൾക്ക് വായിക്കാനുള്ളതാണെന്നൊക്കെ പലരും പറയുമെങ്കിലും ബോബനും മോളിയൊക്കെ ചില സമയത്ത് വായിച്ചു വെച്ച് ചിരിച്ചിരി ചാവും നമ്മൾ. ചില സമയത്ത് ഞാൻ ഉപയോഗിക്കാറുണ്ട്. ചില സമയത്തൊക്കെ ഞാൻ ഒരു 5-8 വർഷം മുമ്പൊക്കെ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന സമയത്തൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറുള്ളത് ബോബനും മോളിയായിരുന്നു. ബോബനും മോളി ഒരു മെഡിസിനാണ് സത്യത്തിൽ. അതൊക്കെ ഉപയോഗിക്കുക. അതൊന്നും കുറച്ച് കാണരുത്. അതിനൊക്കെ കുറച്ച് കാണുന്നവരുണ്ട്. അതൊന്നും കേൾക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ ഒരു എനർജറ്റിക് ആയിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു അതിനെല്ലാം നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക എന്നുള്ളതാണ് എൻ്റെയൊക്കെ ഒരു അഭിപ്രായം. അങ്ങനെയാണ്. ഓക്കെ. അപ്പോൾ പറ്റുമെങ്കിൽ നല്ല നല്ല തമാശ ഉള്ള ബുക്കുകൾ, തമാശയുള്ള വീഡിയോസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, കരുക്ക് പോലുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ച് ചെറിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമല്ലാത്തവരെ നമ്മൾ കാണരുത്, ഇഷ്ടമല്ലാത്തവരെ നമ്മൾ കേൾക്കരുത്. നമുക്ക് ഇഷ്ടമുള്ള ആളുകളെ നമ്മൾ ഫോണിൽ വിളിക്കുക. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു 5 മിനിറ്റെങ്കിലും മാറ്റി വെക്കുക, അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും മാറ്റി വെക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിപ്രഷൻ വരുന്ന സമയത്തെങ്കിലും നമ്മൾ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. നമ്മൾ ഒരിക്കലും അതിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് നമ്മൾ നോക്കുന്നവരാണെങ്കിൽ നമ്മൾ ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം നമ്മളിലേക്ക് ഇൻപുട്ട് കൊടുക്കരുത്. പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ എന്ത് ഇൻപുട്ട് കൊടുക്കുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മുടെ മനസ്സ് നമ്മളെടുത്ത് ആ ഒരു പ്രസരിപ്പ് നമുക്ക് കിട്ടണമെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ഇൻപുട്ട് കൊടുക്കുക. നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക. പറ്റുവാണെങ്കിൽ നല്ലതായിട്ട് ജ്യൂസ് കഴിക്കുക. നല്ല പച്ചക്കറികൾ അല്ലെങ്കിൽ നല്ല ഫ്രൂട്ട്സ് കഴിക്കുക. ആ ഒരു ചെറിയ ചേഞ്ചസ് നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഷുവറായിട്ടും നമ്മൾ ഇതിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കും. ഷുവറാണ്. എന്തുകൊണ്ട്? നമ്മൾ ആ ഒരു ഡിപ്രഷൻ വന്നിട്ടുള്ള എന്ത് കാര്യമായിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, തൊഴിലായിക്കോട്ടെ, ക്യാഷ് ആയിക്കോട്ടെ, പല കാര്യങ്ങളുണ്ടാവും. ആ ഒരു കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ചെറിയ തോട്ട്സിലൂടെ, ചെറിയൊരു മൈൻഡ് ചെറിയ രീതിയിലൊന്ന് ട്യൂൺ ചെയ്യുന്നതിലൂടെ, ഭക്ഷണത്തിലൂടെയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും, നമ്മൾ കഴിക്കുന്ന ഈ ഫ്രൂട്ട്സ് കഴിക്കുമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ചെറിയ ജ്യൂസുകളൊക്കെ നമ്മൾ കഴിക്കുന്നതിലൂടെയും നമുക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. ഉറപ്പാണ്. പരീക്ഷിച്ച് ജയിച്ച ഒരു കാര്യമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.